ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഭ്രാന്തമായിട്ട് സ്നേഹിക്കുന്ന സൂക്കടുള്ള ആളുകളാണോ നിങ്ങൾ? നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സമയം നഷ്ടപ്പെടുത്തി, നമ്മുടെ ഇമോഷണൽ ഹെൽത്ത് നഷ്ടപ്പെടുത്തി, നമ്മൾ ഓവറായിട്ട് വിശ്വസിച്ച് നമ്മുടെ പാർട്ട്ണറെ ഇങ്ങനെ അതിഭ്രാന്തമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ് നമ്മളെങ്കിൽ നമുക്ക് വന്നു ചേരാവുന്ന ചില മൂഞ്ചിത്തരങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ഈ ഒരു ടോപ്പിക് അവിടെ എടുക്കാൻ കാരണമുണ്ട് എന്ന് പറഞ്ഞാൽ, എന്നോട് സംസാരിക്കണം ഒന്ന് രണ്ട് പേര് പറയുന്നുണ്ട്, ഈ വൻ തേപ്പ് കിട്ടി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അതേപോലെ ചിലർ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ മറ്റേ മേഘയുടെ മേഘയുടെ മരണത്തെക്കുറിച്ച്, ആത്മഹത്യ ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചില്ലേ മേഘ, മറ്റേ ചെങ്ങായി ഐ ബി ഉദ്യോഗസ്ഥനായിട്ടുള്ള സുഗാന്ത് സുരേഷില്ലേ, അവൻ തേച്ച് പോയില്ലേ. അവന് മൾട്ടിപ്പിൾ റിലേഷൻസൊക്കെ ഉണ്ടായിരുന്നിട്ട് അവളെ ചൂഷണം ചെയ്തിട്ട് അവസാനം അവൻ ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ നിന്ന് മരിച്ചു പോയില്ലേ. അത് അപ്പോൾ അവിടെ പറഞ്ഞു വരുന്നത്, എന്താ ഈ ഭ്രാന്തമായി സ്നേഹിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ളതൊക്കെ ആളെ വിശ്വസിച്ച് ഒറ്റ കൊടുക്കുക. നമ്മുടെ സമയം, നമ്മുടെ കാശ്, നമ്മുടെ ശരീരം, അതേപോലെ തന്നെ നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ സമാധാനം, ഇതൊക്കെ വേറൊരാൾക്കിട്ട് അടിയുറവ് വയ്ക്കുക, സ്നേഹത്തിൻ്റെ അടിമകളാവുക. ഈ ഒരു സാധനമുണ്ടല്ലോ, അങ്ങനെ ആയിട്ട് പോകുന്ന ആളുകളുടെ കാര്യം പറഞ്ഞു. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഭയങ്കര നഷ്ടമായിരിക്കും, നമ്മളെ പറ്റിച്ചു പോകാൻ എളുപ്പമായിരിക്കും. അത് നമ്മൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ പാർട്ട്ണർ എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മൾ സ്നേഹം ഇങ്ങനെ കൂടുതൽ കൊടുക്കും തോറും ആൾ നമ്മളെയും വല്ലാണ്ട് സ്നേഹിക്കും, നമ്മുടെ കൂടെ കൂട്ടും, നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കും എന്നൊക്കെ ആയിരിക്കും. ഉണ്ടപ്പിണ്ണാക്കാണ്. നമ്മൾ ഈ പാത്രം അറിഞ്ഞ് വിളമ്പുക എന്നൊരു സാധനം ഉണ്ടല്ലോ, ഇത് ഉപദേശമായിട്ടൊന്നും എടുക്കണ്ടിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. ആർക്കെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇവിടുത്തെ വിജയം. അപ്പോൾ പറഞ്ഞു തന്നെ പലരും കാണുന്ന സാധനം വെച്ചാൽ, ഇത് നമ്മൾ ഓവറായിട്ട് ഒരാളെ വിശ്വസിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഈ ചിലപ്പോൾ അതൊരു സിറ്റുവേഷൻഷിപ്പ് ആവും. അതായത് അവരുടെ എന്താ സിറ്റുവേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് തമ്മിൽ വ്യത്യാസം. സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യം വെച്ചിട്ടായിരിക്കും അവർ ആ റിലേഷൻഷിപ്പിന് നോക്കി കാണുന്നുണ്ടായിരിക്കുക. സാഹചര്യം മാറുമ്പോൾ സ്നേഹം മാറും. ക്ലിയർ ആവുണ്ടോ? ശരിക്കുള്ള സ്നേഹമായിരിക്കില്ല. നമ്മൾ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് കാലഘട്ടത്തിലും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്ന, നമ്മുടെ ഇല്ലായ്മയിലും ഉള്ള അവസ്ഥയിലൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്ന, സന്തോഷത്തിലും സങ്കടത്തിലൊക്കെ ആ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് അടിപൊളിയായിട്ട് സമാധാനം തരുന്ന ഒന്നായിട്ട് നിലനിൽക്കും. ഇത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇത് ഭയങ്കര സംശയമായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യും, അവരെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ നമ്മളെ ഉപയോഗിക്കും, അവർക്ക് കാശിന് അത്യാവശ്യം വരുമ്പോൾ നമ്മളെ കംപ്ലീറ്റ് പിഴിയും. തുടക്കത്തിലൊക്കെ ഭയങ്കര സ്നേഹമൊക്കെ ഉണ്ടായിരിക്കും, അങ്ങനെയൊക്കെ കാണിക്കും. അത് അവരുടെ നമ്മളിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് അവർ കാണിക്കണ പരിപാടിയായിരിക്കും. എൻ്റെ പല സുഹൃത്തുക്കളും എത്രയോ വർഷങ്ങൾ എന്താ പറയുക, ഒരു ചെങ്ങായിട്ട് ഭയങ്കര സ്നേഹത്തിലായിട്ട്, അതായത് 2-3 കൊല്ലമൊക്കെ അവർ ഫ്ലേർട്ട് ചെയ്തുകൊണ്ടിരിക്കും ചെക്കന്മാർ. അതിൻ്റെ ഇടയിൽ വേറെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും അവരുടെ ഇടയിൽ, അത് വേറെ കാര്യം. പക്ഷേ അതൊക്കെ ഒരു ഐഡിയ വെച്ചിട്ട് വളയാൻ ബുദ്ധിമുട്ടുള്ള ഒരുത്തിനെ അവസാനം വളയ്ക്കും. എന്നുവെച്ചാൽ അവർക്കും തോന്നി ഇത്രയും കാലമായിട്ട് ആ ചെങ്ങായി എന്നെ ആലോചിച്ചിട്ട് നിൽക്കണം. ഓലൊക്കെയാണ് അവർക്ക് വേറെ പല പരിപാടി ഉണ്ടാവും, അതറിയില്ല. അപ്പോൾ ഇവർക്ക് തുടക്കത്തിൽ ആളുകൾ വിശ്വാസം ഉണ്ടായിരിക്കില്ല. പക്ഷേ ഏറ്റവും അവസാനം എന്താ ഇവർ ഇങ്ങോട്ട് വളഞ്ഞു പോകും. ആ ചെങ്ങായി കൊണ്ട് ഇത്രയും കാലം പിന്നീടാണ് ശരിക്കുള്ള കളി ഉണ്ടാവും. അതായത് നമ്മുടെ അടുത്തേക്ക് അടുത്തേക്കാവുമ്പോൾ നമ്മുടെ തനി സ്വഭാവം പുറത്തേക്ക് വരും. അങ്ങനെയായിട്ട് ഏറ്റവും അവസാനം ഈ ചെങ്ങായി പോകുമ്പോൾ ഇവർക്ക് പേടിയായിരിക്കും. തുടക്കത്തിൽ ഈ പെടിനെ കിട്ടാത്ത അവസ്ഥയായിരിക്കും. പിന്നെ എന്താ വെച്ചാൽ, ഈ പെടിന് ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര ആങ്സൈറ്റി കൂടും. അത് ഇമോഷണലി ബാധിക്കും, ഭയങ്കര പ്രശ്നമായിരിക്കും, ട്രോമയായിരിക്കും. പിന്നെ കൗൺസിലിങ്ങിന് കുറേ കാശ് കൊടുക്കേണ്ടി വരും, ഹീലിങ്ങിന് കുറേ പരിപാടികൾ, ഇതൊക്കെ കാശ് ചിലവാക്കേണ്ടി വരും. മെൻ്റൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്ത്, കരിയറിൽ ഡാമേജ്, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരിക്കും. പാരൻസ് സൈഡിലെ കത്തറ, ഇത് ചിലപ്പോൾ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തിട്ടുണ്ടായിരിക്കും, കുറേ വിഷയങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരിക്കും, കുറേ വിഷയങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ലൈഫിനോട് മൊത്തം പേടിയോ അല്ലെങ്കിൽ ഇമോഷണലായിട്ടുള്ള വേറെ കുറേ പ്രശ്നങ്ങളോ മെൻ്റൽ ഇഷ്യൂസോ ട്രോമ, അതെല്ലാം കൂടി ആയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എന്താ വെച്ചാൽ, നമ്മൾ അയാളെ ഭ്രാന്തമായി സ്നേഹിക്കുന്നതുകൊണ്ടായിരിക്കും, അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും സ്റ്റേജിലെങ്കിലും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഭയങ്കര വിഷയമായിരിക്കും. ഇത് ഇങ്ങനെ ഭ്രാന്തമായിട്ട് നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാത്രമല്ല പ്രശ്നം, ഭാവിയിൽ നമ്മുടെ പാർട്ണറായിട്ട് വരുന്ന ആളുകളില്ലേ അവർക്കും പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഭ്രാന്തമായിട്ട് ഒരാളെ സ്നേഹിച്ചിട്ട് അയാൾ നമ്മളെ പറ്റിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആളുകളത് മൊത്തം ഈ സങ്കടം, ദേഷ്യം, വെറുപ്പ് ഒക്കെ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരുത്തൻ നമ്മൾ ഭ്രാന്തമായി സ്നേഹിച്ചു വിചാരിക്കുക. അപ്പോൾ നമ്മളെ പറ്റിച്ചാണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ തോന്നുന്നു വെച്ചാൽ, ചിലപ്പോൾ ചൂഷണം നമ്മൾ ആത്മഹത്യയൊക്കെ ചെയ്യേണ്ടായിരിക്കും. അങ്ങനെ ചെയ്യരുത്, പോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടുകയല്ല, അത് മാറിയിരിക്കുക, അത്ര ചെയ്യാറുള്ളൂ. നമ്മളിഷ്ടപ്പെടുന്ന ആളുകളെ നമ്മൾ ഇഷ്ടപ്പെട്ടു നോക്കി അടിപൊളിയായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു വന്നത്, ജെനുവിൻ ഏതാ ഫേക്കാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മെയിൻ വിഷയം. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു പോയിൻറ്റും മറന്നുപോയി. അത് ഞാൻ പറഞ്ഞു,
ഇപ്പോൾ നമ്മളെ ജെനുവിനായി ഇഷ്ടപ്പെട്ട വേറൊരു ചെങ്ങായി വന്നു വിചാരിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഒരു തേപ്പ് കിട്ടിയിട്ട് ഭ്രാന്തമായി സ്നേഹിച്ച് തേപ്പ് കിട്ടിയിരിക്കുന്ന അവസ്ഥയിൽ അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും. നമുക്ക് അയാൾ ആത്മാർത്ഥമായിട്ട് നമ്മളോട് സ്നേഹം കാണിച്ചാലും നമുക്ക് ഒരു വിശ്വാസവും ഉണ്ടാവില്ല. ഇത് ആ റിലേഷൻഷിപ്പിനെ ബാധിക്കും. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ പാർട്ട്ണറിന് നല്ല പണിയായിരിക്കും നമ്മളെ ഹാൻഡിൽ ചെയ്യാൻ. ഭയങ്കര വിഷയമായിരിക്കും. ഹാൻഡിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടല്ല, നമ്മളെ മാനേജ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ സാധനം. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതേപോലെ നമ്മുടെ വീട്ടുകാരായിട്ടുള്ള ചിലപ്പോൾ ബന്ധത്തിൽ പ്രശ്നം ഉണ്ടായിരിക്കും. ഇങ്ങനെ കുറേ വിഷയമുണ്ട്. നമ്മൾ ചിലപ്പോൾ ആളുകളോട് മൊത്തം ദേഷ്യവും വെറുപ്പൊക്കെ ഉള്ള ആളുകളായിരിക്കും. ചിലപ്പോൾ നമ്മൾ വൻ എന്താ പറയുക സൊസൈറ്റിക്കെതിരായി ചിന്തിക്കുന്ന ആളായിട്ടൊക്കെ മാറാനൊക്കെ സാധ്യതയുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഭ്രാന്തമായി ഒരാളെ സ്നേഹിച്ച് പണി കിട്ടി എന്നുള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴും എന്താ വെച്ചാൽ നമ്മളിന്നൊരു വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സെൽഫ് ലവ് ചെയ്തുകൊണ്ട് പ്രണയത്തിലാവുക എന്നുള്ളത് അടിപൊളിയായിരിക്കും. ഒരു റിലേഷൻഷിപ്പിലാവുമ്പോഴും നമുക്ക് നമ്മുടേതായ ടൈം, നമ്മുടേതായ സമയം, നമ്മുടേതായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത, നമ്മുടേതായിട്ടുള്ള സമാധാനം, നമ്മുടേതായിട്ടുള്ള ഹോബീസ്, നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വേണം. നമ്മുടെ ഹെൽത്തിനെ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇത് പലപ്പോഴും നമ്മൾ ചെയ്യാൻ മറക്കും. അതാണ് അവസ്ഥ. പിന്നെ ഇപ്പോൾ 8ൻ്റെ പണി കിട്ടുമ്പോഴാണ് നമ്മൾ കയ്യും കാലിട്ടടിച്ചിട്ട് അപ്പോഴും ആലോചിക്കാതെ സാധനം. അപ്പോഴേക്കും എന്താ വെച്ചാൽ മൊത്തത്തിൽ ബഹളത്തിലോ അല്ലെങ്കിൽ ആകെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്ന് അടി ക്ലാഷ് ഒക്കെ ഇട്ടുണ്ടായിരിക്കും. ഇങ്ങനെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ പണി കിട്ടിയ കുറേ ആളുകൾ ഉണ്ടാവും. കുറേ ആളുകൾ. ഇപ്പോൾ അതിലൊരാൾ ആര്യയുടെ ഇൻ്റർവ്യൂസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ പിന്നെ വേറൊരു പെട്ടെന്ന് ഓർമ്മയുള്ള ജീവിതം അവസാനിപ്പിച്ച വ്യക്തിയുണ്ടല്ലോ, ഞാനിപ്പോൾ ഇതിൽ എക്സാമ്പിൾ പറഞ്ഞില്ലേ, മേഘ, തിരുവനന്തപുരം IB എംപ്ലോയി, IB ഉദ്യോഗസ്ഥ, ഇൻ്റലിജൻസ് ബ്യൂറോയിലെ ഉദ്യോഗസ്ഥല്ലേ ഓള്. പിന്നെ അങ്ങനെ കുറേ ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ തുറന്നു നോക്കിയാൽ പലരും കഥകളും ഇങ്ങനെ സ്റ്റാറ്റസായിട്ടും സ്റ്റോറിയായിട്ടൊക്കെ കിട്ടുന്നുണ്ടായിരിക്കുമല്ലേ. അത് യൂട്യൂബിലുണ്ട് കുറേ ആൾക്കാർ. അപ്പോൾ ആരെയും ഭ്രാന്തമായിട്ട് സ്നേഹിക്കാണ്ടിരിക്കുക എന്നാണ് പറയാനുള്ളത്. ഒരു ബോധം വെക്കുക. നമ്മൾ സ്നേഹിക്കുന്ന സമയത്ത് ഇമോഷൻ വെച്ച് മാത്രം ഒരാളെ സ്നേഹിക്കാണ്ടിരിക്കുക, ബ്രെയിനും കൂടി ഉപയോഗിക്കുക. പണി കിട്ടുമെന്ന് എപ്പോഴും പ്രിപ്പയർഡായിട്ടിരിക്കുക. അപ്പോൾ അത്രയൊക്കെ പറയുള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ആദ്യമായിട്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ ആണെങ്കിൽ ഗൈസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നിങ്ങൾക്ക് പിന്നെന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ? നിങ്ങൾ ഇങ്ങനെ ഭ്രാന്തമായ ഒരു റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് പണി വാങ്ങിച്ച ആളുകളാണോ? ആണെങ്കിലും അല്ലെങ്കിലും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, അല്ല വൈസ് ബൈ ഗൈസ്. വേറെ വീഡിയോയിൽ കാണാം. ഓക്കെ.